ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർണർ കിക്കാണ്. ഈ ഗെയിമിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഈ കോർണർ കിക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ കറക്റ്റായിട്ട് കോർണർ എടുക്കാമെന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പലരും കാണിക്കുന്നൊരു മിസ്റ്റേക്കാണ് കോർണർ കിക്കിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ചുമ്മാ കോർണർ എടുക്കണം. അപ്പോൾ കോർണർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായി. ഫസ്റ്റ് കൊണ്ട് പറയാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്ലെയർ റോൾസ് സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയർ റോൾസാണ്. ആ ഒരു പ്ലെയർ റോൾസ് വെച്ചിട്ടാണ് നമ്മുടെ കോർണർ ഹെഡ് ചെയ്യാനുള്ള പ്ലെയേഴ്സ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഇൻമാച്ച് റോൾസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കാണാം. നമ്മുടെ ക്യാപ്റ്റൻ സെറ്റ് ചെയ്യണതും ഫ്രീ കിക്ക് എടുക്കുന്നതും അതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിലിപ്പോൾ ഫസ്റ്റ് നിങ്ങളിത് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന കോർണർ കിക്സ് ആണ്. അപ്പോൾ കോർണറിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ, എപ്പോഴും നിങ്ങളൊരു റൈറ്റ് കോർണർ എടുക്കാനായിട്ട് ഒരു ലെഫ്റ്റ് കോർണർ എടുക്കാനായിട്ട് നമ്മളിപ്പോൾ റൈറ്റ് ഫുട്ടറിനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ടീമിൻ്റെ അകത്ത് ഏറ്റവും അത്യാവശ്യം നല്ല രീതിക്ക് ആട്രിബ്യൂട്ട്സ് ഈ സെറ്റ് പീസിന് എല്ലാ പ്ലെയറിനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ആദ്യം തന്നെ. ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് 3 സ്ലോട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്ലോട്ടിലാണ് നിങ്ങളുടെ അത്യാവശ്യം നല്ല രീതിക്ക് അട്രിബ്യൂട്ട്സ് ഉള്ള ഹെഡേഴ്സിന് നമ്മൾ ഇട്ട് വെക്കേണ്ടത്. അവരായിരിക്കും വന്ന് കോർണർ എടുക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് അറ്റാക്കിംഗ് പ്ലെയറിനെ നോക്കാനാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡിങ്ങും അതേപോലെ ജമ്പും ഉള്ളൊരു പ്ലെയറിനെ നിങ്ങൾക്ക് ഇടാം. നിങ്ങളുടെ സെക്കൻഡ് പ്ലെയറായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആളാണ് അത്യാവശ്യം നല്ല രീതിക്ക് ആട്രിബ്യൂട്ട്സ് ഉള്ള ഹെഡിങ്ങും ജമ്പിനും നല്ല രീതിക്ക് ആട്രിബ്യൂട്ട്സ് ഉള്ളൊരു പ്ലെയറിനെ വേണം നിങ്ങൾ സെക്കൻഡ് സ്ലോട്ടിൽ ഇടാനായിട്ട്. തേർഡ് സ്ലോട്ട് നിങ്ങൾ ഫസ്റ്റ് സ്ലോട്ട് ഇട്ട പോലെ ഒരു ഡീസൻ്റ് ആയിട്ട് ജമ്പും ഹെഡിങ്ങും ഉള്ളൊരു പ്ലെയറിനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ 2 ഡിഫൻഡറിനെ നമ്മളൊരു കാരണവശാലും ഇങ്ങനെ ഈ ഒരു രീതിയിൽ അറ്റാക്കിങ് ഇട്ട് വെക്കരുത്. അപ്പോൾ അവർ വന്ന് കോർണർ എടുക്കാൻ നിന്നിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഫൻഡർ ഉണ്ടാവത്തില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഗോൾ കൺസീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ ചെയ്യാനുള്ളൂ. എന്തായാലും ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ച് വെക്കുക. ഇൻ മാച്ച് റോൾസ് എന്തായാലും നിങ്ങൾ കൊടുത്ത് വെച്ചിട്ടുണ്ടാവണം. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം വരുന്നത്. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കോർണർ എടുക്കാൻ അറിയാൻ അല്ലെങ്കിൽ അത് ഗോളാവത്തില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോർണർ കിക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഏതൊരു രീതിയിലാണ് കോർണർ വരച്ച് കൊടുക്കേണ്ടതെന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ക്യാമറ ജസ്റ്റ് സൈഡിലായിട്ട് ഫുള്ള് വലിച്ചു വെക്കുക. അങ്ങനെ വലിച്ചു വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 3 ഡിഫൻഡേഴ്സ് ഒപ്പോണൻറ്റിന് നിൽക്കാൻ കാണാൻ പറ്റും. നമ്മുടെ കീപ്പറിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന 3 ഡിഫൻഡേഴ്സിനെ നോട്ട് ചെയ്യുക. അവരുടെ തലയുടെ മേലിലാണ് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു 90% നമുക്ക് എന്തായാലും ഹെഡ് കണക്റ്റ് ആകും. അപ്പോൾ നമ്മുടെ കോർണർ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ വേറെ 2 കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് പീസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെക്കുക. അത് നമ്മൾ 6 യാർഡ് ബോക്സ് ആക്കി കൊടുക്കുക. അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഷോർട്ട് കോർണർ ടാറ്റിക്സ്. അത് നമ്മൾ എന്തായാലും 2 ഓപ്ഷൻസ് ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു 2 കാര്യവും സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ 2 പ്ലെയേഴ്സ് ഇങ്ങനെ നമ്മുടെ അടുത്തായിട്ട് ഓടി വരുന്നത് കാണാൻ പറ്റും. അവർ ഓടി നമ്മുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ വരച്ച് കൊടുക്കുക. അതാണ് കറക്റ്റ് ടൈമിങ്. ആ ഒരു രീതിയിൽ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് കണക്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് വട്ടം ഇതിങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാൻ പറ്റുമെന്ന്, അതെങ്ങനെ കണക്റ്റ് ആവും എന്നുള്ളൊരു ഐഡിയ ഒക്കെ നിങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഒരുപാട് വട്ടം പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ഒരു കോർണർ കിക്ക് പെർഫെക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന കോർണർ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഗോളാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് ഹെഡ് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കണക്റ്റിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർണർ ടാറ്റിക്സ് ആണ്. എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഒരു ടാറ്റിക്സ് കൂടി പറഞ്ഞു തരാം. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ നല്ല എഫക്റ്റീവാണ്. ഒരു 90% ഷുവർ ഗോൾ കിട്ടുന്ന ഒരു കോർണർ ടാറ്റിക്സ് ആണ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വ്യൂ സ്വിച്ച് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലെയർ നിൽക്കാൻ കാണാൻ പറ്റും. മാർക്ക് ചെയ്യാണ്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. മാർക്ക് ചെയ്യാനായിട്ടൊരു പ്ലെയർ ഉണ്ടെങ്കിൽ നമ്മളിത് എഫക്റ്റീവായിട്ട് വരത്തില്ല എന്തായാലും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നവർ കാണുമ്പോൾ ജസ്റ്റ് അയാൾക്ക് പാസ് കൊടുക്കുക. അവിടെ നേരെ സെൻറ്ററിലായിട്ടൊരു ബോൾ ലോഫ്റ്റഡ് ആയിട്ട് കൊടുക്കുക. എന്തായാലും നമ്മൾ അറ്റാക്കിങ് സെറ്റ് ചെയ്ത് വെച്ച ഒരു പ്ലെയർ അവിടെ ഉണ്ടാകും. പുള്ളി ഹെഡ് ചെയ്തിട്ടേക്കും. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ആ ഒരു ബോൾ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒഫൻസീവ് ഫുൾ ബാക്കാണ്. നിങ്ങളൊരു ഡിഫൻസീവ് ഫുൾ ബാക്കിനിട്ടാണ് കളിക്കണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ ആളുണ്ടാവത്തില്ല. അപ്പോൾ ഒരു ഒഫൻസീവ് ഫുൾ ബാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബോൾ റിസീവ് ചെയ്യാനായിട്ട് അവിടെ ഒരു പ്ലെയർ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് പെർഫോം ആക്കാൻ പറ്റത്തുള്ളൂ. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ഈ ഒരു കാര്യം ഇമ്പ്രൂവ് ആകും. അപ്പോൾ എന്തായാലും ഇതൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി കോർണർ എടുക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കോർണർ എടുക്കാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.